ഹലോ, വെൽക്കം ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങ അച്ചാറായാലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അച്ചാറിന് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ സൈസിലുള്ള 2 മാങ്ങ ഒരു 10 മിനിറ്റ് മുമ്പേ അരിഞ്ഞിട്ട് കല്ലുപ്പും ചേർത്തിട്ട് ഇതുപോലെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതുപോലെ ഉപ്പിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ കടുക് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ അച്ചാർ പൊടി എടുക്കാം. വറുത്തൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചതാണ്. കൂടെ തന്നെ കുറച്ച് കായവും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മാങ്ങ അച്ചാറിന് ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മുഴുവൻ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇച്ചിരി സമയം മുന്നേ ഉപ്പ് തിരുമ്മി വെച്ചതുകൊണ്ട് അതിലേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ആ മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളിതിൽ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. നമുക്ക് ആവശ്യമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി തേങ്ങാ വെള്ളമോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം. നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ടും ഞാനിവിടെ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാന്താരി മുളകും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചതും, കടുക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു 1/4 ടേബിൾ സ്പൂണും കൂടെ തന്നെ ഇതുപോലെ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. അപ്പം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. കൂടെ തന്നെ ഉലുവയും ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കണില്ലെങ്കിൽ അപ്പത്തെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും. അപ്പോൾ ഞാനിവിടെ 2 ദിവസത്തേക്കും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ദിവസത്തേക്കാണെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയും ചേർത്ത് ശേഷം നമുക്ക് നല്ലതുപോലെ കൈ വെച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യമാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ദിവസം ഒരു ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിലും മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് തന്നെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അച്ചാർ നമുക്കൊരു ബോട്ടിലിലോട്ട് മാറ്റാം. ഇതുപോലെ ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ് ബോട്ടിലോട്ട് നിറച്ച് കൊടുക്കാം. എനിക്ക് 2-3 ദിവസം ഫ്രിഡ്ജിലിരിക്കും, അതുകൊണ്ടാണ് ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനിതിലേക്ക് ഇതുപോലെ കോരി മാറ്റുകയാണ്. നല്ല മണവും നല്ല എരിവും നല്ല പുളിയൊക്കെയുള്ള നല്ലൊരു അച്ചാറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.